കോൺഗ്രസ് പഠിക്കൽ കൊണ്ടിട്ടിട്ട് കല മുടക്കുകയാണല്ലോ. ഗൗതം, അത് എനിക്ക് തോന്നുന്നു ഗൗതം ചോദിക്കുന്നത് കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും തൃശ്ശൂരും ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഈ ദീപ്തി മേരി വർഗീസിന്റെ പേര് തുടക്കം മുതൽ കേട്ടിരുന്നതാണ്. അപ്പോ ദീപ്തി മേരി വർഗീസ് KC വേണുഗോപാൽ പക്ഷക്കാരിയാണ് എന്നൊരു വർത്തമാനം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ KPCCയുടെ മീഡിയ വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ദീപ്തി മേരി വർഗീസിനെ വെട്ടിക്കൊണ്ട് മിനിമോളുടെ പേര് വരുന്നു. മിനിമോൾ ഞാൻ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. പാലാരിവട്ടത്ത് അവിടുത്തെ ഒരു കൗൺസിലറാണ്, പാലാരിവട്ടത്തെ കൗൺസിലറാണ്. ഇത് മൂന്നാം ടൈമാണ് മിനിമോൾ ആകുന്നത്. അവിടെ നാട്ടുകാർക്കൊക്കെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കൗൺസിലർ എന്നാണ് ഞാൻ ഒരു പുറത്തുനിന്ന ഒരാളെ എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്. ഏതായാലും മിനിമോൾക്ക് 2.5 വർഷവും പിന്നീട് ഷൈനി മാത്യു എന്ന് പറഞ്ഞ് മറ്റൊരു കൗൺസിലർക്ക് 2.5 വർഷവുമായിട്ടാണ് മേയർ അവർ വീതിച്ചിരിക്കുന്നത്. അവിടെ മുതലാണ് ആരംഭിക്കുന്നത് ദീപ്തി മേരി വർഗീസിന് എന്തുകൊണ്ട് അർഹതയില്ല. അതായത് ഈ ദീപ്തി മേരിയുടെ പേര് പ്രഖ്യാപിക്കുന്നത് ഒരു ബൈറ്റ് കൊടുക്കുന്ന ലാഘവത്തോടെയാണ് ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന DCCയുടെ ഇവിടുത്തെ പ്രസിഡന്റ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനെ തന്നെ എതിർത്തുകൊണ്ട് അജയ് തറയിലിനെ പോലെയുള്ള സീനിയർ നേതാക്കൾ, പഴയ വയലാർ രവി പക്ഷക്കാരനാണ് അജയ് തറയിൽ, ദേവസ്വം ബോർഡ് അംഗമൊക്കെ ആയിരുന്നു. അജയ് തറയിൽ പറയുന്നു KSU കാലം മുതൽ 15 വയസ്സ് മുതൽ കുടിപിടിച്ച ഇതിൽ വന്നൊരു പെൺകുട്ടിയാണ് ദീപ്തി, ആ ദീപ്തിയെ നിങ്ങൾ മാറ്റിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദീപ്തി നമ്മുടെ ഇവിടെ ഫ്ലോറിൽ വന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ മാറ്റിയതിന്റെ പേരിൽ മാത്യു കുഴൽനാടൻ ഇവിടെ ഒരു പവർ ഗ്രൂപ്പാണ് ഉണ്ടായിരിക്കുന്നത്, പവർ ഗ്രൂപ്പിന്റെ തീരുമാനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് VD സതീശൻ പക്ഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം. അപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഇവിടെ CPM ആണ്, അനിൽകുമാർ എന്ന മേയറാണ് ഉണ്ടായിരുന്നത് കൊച്ചിയിൽ. അപ്പോൾ കോൺഗ്രസിന് തിരിച്ചത് കിട്ടുമ്പോൾ കോൺഗ്രസ് എന്തിന് ഇത്തരത്തിൽ ഈ കിട്ടിയ ഇത് ഇനി വരുന്ന ഒരു 2.5 മാസമെങ്കിലും ഇവർക്ക് തമ്മിത്തല്ലാതെ പൊക്കിയൂടെ എന്ന് അണികൾ തന്നെ ചോദിക്കുന്നുണ്ട്. കാര്യം ലത്തീൻ വിഭാഗക്കാരിയായ മിനിമോള് വരണം. കാര്യം കൊച്ചി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എറണാകുളം എന്ന് പറയുന്നത് ലത്തീൻ വിഭാഗത്തിന്റെ കയ്യിലുള്ള, കോൺഗ്രസിലെ ലത്തീൻ വിഭാഗമാണ് കൂടുതൽ. അങ്ങനെ ജാതി സമവാക്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന മിനിമോളെ പേര് പൊങ്ങി വന്നത്. അങ്ങനെ ഇപ്പോൾ അതൊരു കൊടും വിഷയമായി തീർന്നിട്ടുണ്ട്. കാര്യം ഇവിടെ എറണാകുളം ജില്ല മൊത്തത്തിൽ ഇതിന്റെ ഇലക്ഷൻ മേൽനോട്ടം വഹിച്ചത് VD സതീശനാണ്. അപ്പോൾ VD സതീശന്റെ പവർ ഗ്രൂപ്പാണ് ഈ തീരുമാനമെടുത്തത്. ഇപ്പൊ മിനിമോൾ ആയതിനു ശേഷം മിനിമോൾക്കെതിരെ ഒരു സാമ്പത്തിക ക്രമക്കേട്, 3.5 ലക്ഷം രൂപയുടെ ഒരു റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായതായിട്ടുള്ള കഥകൾ ഹൈക്കോടതിയിലെ കേസ് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ദീപ്തി ഇന്ന് അവിടെ എത്തി, ഇവരെ ഷാൾ അണിയിച്ചു, സത്യപ്രതിജ്ഞ ചടങ്ങിന് നിന്നു. പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ അവർ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മുതൽ കല്ലുകടി ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ദീപ്തിയെ ഇനി അനുനയിപ്പിക്കും? അപ്പോൾ ദീപ്തിക്ക് ഇനി ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കേണ്ടി വരും, MLA ആയിട്ട് മത്സരിക്കാനായി ദീപ്തിക്ക് കൊടുക്കേണ്ടി വരും. ദീപ്തി മത്സരിച്ചപ്പോൾ തന്നെ ദീപ്തിയെ കോൺഗ്രസിനകത്ത് പാർട്ടിയുടെ തീരുമാനം എന്തുകൊണ്ട് ദീപ്തി മേരി വർഗീസ് അനുസരിക്കുന്നില്ല? അല്ല, അവർ പറയുന്നത് KPCCക്ക് ഒരു സർക്കുലർ ഉണ്ട്, ആ സർക്കുലർ പ്രകാരമല്ല ഈ പറയുന്ന മിനിമോളെ ഈ പേര് പൊങ്ങി വന്നത് എന്നാണ് പറയുന്നത്. KPCCയുടെ ഒരു നിയമാവലിയുണ്ട്, ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിൽ എല്ലാ കൗൺസിലർമാരുടെയും ഒപ്പീനിയൻ നോക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് VV രാജേഷ് വന്നത് എങ്ങനെയാണ്? അവർ തുടക്കം മുതൽ പറഞ്ഞ പേര് IPSകാർ ശ്രീലേഖയുടെ പേരാണ്. ശ്രീലേഖയെ പിന്നെ അവർ എടുത്തില്ലല്ലോ, ശ്രീലേഖയെ കൊണ്ടുവന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതായത് അവിടെ കൗൺസിലർമാരുടെ ഒപ്പീനിയൻ കേൾക്കണം. അപ്പോൾ ദീപ്തി മേരിയെ ബോധപൂർവം കോൺഗ്രസ് തഴയുന്നതിലൂടെ അവിടെ ഒരു തമ്മിലടി രൂക്ഷമാവുകയാണ്. അജയ് തറയിലൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. മാത്യു കുഴൽനാടനും അങ്ങനെയാണ് സംസാരിച്ചത്. ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ആ പവർ ഗ്രൂപ്പാണ് ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വരെ പറഞ്ഞു. അവരെ KC വിളിച്ചിട്ട് വാണിംഗ് കൊടുത്തു എന്നാണ് പറയുന്നത്, മാത്യുവിനോട് മിണ്ടാതിരിക്കൂ, ഇനി നീ സംസാരിക്കണ്ട എന്നാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇത് കൊച്ചിയിലെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ തൃശ്ശൂര് ഇപ്പോൾ അവർ ആക്കിയിരിക്കുന്ന മേയർ നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറെയാണ്, ഡോക്ടർ നിജി ജസ്റ്റിൻ. അപ്പോൾ എന്തുകൊണ്ടും യോഗ്യത തനിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ലാലി ജെയിംസ് എന്ന് പറഞ്ഞു മറ്റൊരു വനിതാ കോൺഗ്രസ് കൗൺസിലർ വന്നിട്ടുണ്ട്. അവിടെ മുതൽ പ്രശ്നം ആരംഭിക്കുകയാണ്. അതായത് എനിക്ക് നേരെ നടപടി കോൺഗ്രസ് നേതൃത്വം എടുക്കുകയാണെങ്കിൽ ഞാൻ പല നേതാക്കളുടെയും പല കള്ളത്തരങ്ങളും ഞാൻ വിളിച്ചു പറയും എന്നാണ് ഇവിടെ ലാലി ജെയിംസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, തൃശ്ശൂർ എന്ന് പറയുന്നത് കരുണാകരന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനൊപ്പം നിന്ന ഒരു ജില്ലയാണ്. അവിടെ നിന്നാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു MP അവരെ കിട്ടി. സാക്ഷാൽ കരുണാകരന്റെ മകൻ K മുരളീധരനെ തോപ്പിച്ചും കൂടെയാണ് ഇപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നത്.
ആ അവസരത്തിൽ ഇവർക്ക് ഈ കിട്ടിയിരിക്കുന്ന കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലടിച്ച് നശിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഡോക്ടർ നിജി ജസ്റ്റിൻ പെട്ടിയും തൂക്കി പണപ്പെട്ടിയുമായി പോയി കണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനും ഡൽഹിയിൽ പോയി AICCക്കും കാശ് കൊടുത്തിട്ടാണ് നിജി ജസ്റ്റിൻ ആയെന്നൊക്കെ, അതും ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ടുള്ള ഒരു സീനിയർ കൗൺസിലറായിട്ടുള്ള ലാലി ജെയിംസ് എന്ന് പറയുന്ന ഒരു കൗൺസിലർ വിളിച്ച് പറയുമ്പോൾ അത് പരസ്പരം ചെളിവാരി എറിയുന്നതല്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. കോൺഗ്രസിന് ഒരു ആജ്ഞാശക്തിയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ മിനിമോളുടെ കേസ്, 2.5 കൊല്ലം മിനിമോൾ കൊച്ചിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷൈനി മാത്യുവിന് ഇങ്ങനെ അടുത്ത ടൈം കൊടുക്കണമെന്ന് ദീപ്തി മേരി എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചത് KPC പ്രസിഡന്റ് വളരെ ലാഘവത്തോടെ പറഞ്ഞത് ആ തീരുമാനത്തിൽ ഒരു തെറ്റ് പറ്റിയിരുന്നു. ഇങ്ങനെ തെറ്റുപറ്റാനാണെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് എന്തിനാ KPC പ്രസിഡന്റായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്? താങ്കൾ ആജ്ഞാശക്തി ഇല്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. എന്തുകൊണ്ടാണ് ഈ ആജ്ഞാശക്തി ഇല്ല എന്ന് പറഞ്ഞത്? ആജ്ഞാശക്തി ഇല്ലെന്ന് പറഞ്ഞാൽ ഇതിന് ഇങ്ങനെയല്ല തിരഞ്ഞെടുക്കേണ്ടത്. KPCCക്ക് ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്ന് KPCC പ്രസിഡന്റ് തന്നെ വിളിച്ച് പറയണം. KPCCയുടെ താഴെയല്ലേ DCC വരുള്ളൂ. അല്ലെങ്കിൽ കൂടി ഇതിന്റെ മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കിയ VD സതീശനൂടെ ഉണ്ടല്ലോ, പിന്നെ ഷിയാസെ അതിങ്ങനെ പെട്ടെന്ന് കയറി മിനിമോളെ. അപ്പൊ ആ അവസരങ്ങൾ വരുമ്പോൾ ചിലർ കണ്ണടയ്ക്കും. ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ കണ്ണടയ്ക്കും, അല്ലാത്തപ്പോ എതിർക്കും. ഈ നോംസ് ആൻഡ് കണ്ടീഷൻ എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കേണ്ടതല്ല. നമ്മളൊരു നോംസ് ആൻഡ് താല്പര്യങ്ങൾ കടന്നു വരുന്നു. നമ്മളൊരു ആജ്ഞാശക്തി വേണം. ഒന്നുകിൽ VD സതീശൻ പറയണം, അല്ലെങ്കിൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് പറയണം, അല്ലെങ്കിൽ KC വേണുഗോപാൽ പറയണം, ആരാണ്, അല്ലെങ്കിൽ ദീപാദാസ് മുൻഷി പറയണം. ഇപ്പോൾ ഈ പറയുന്ന തൃശ്ശൂരത്തെ കാര്യം വരുമ്പോൾ ലാലി ജെയിംസ് വിളിച്ചു പറഞ്ഞ എന്തൊക്കെയാണെന്നറിയോ? ദീപാദാസ് അല്ല, ഈ ദീപ്തി മേരി വർഗീസിന് മുമ്പാകെ വെച്ചിരിക്കുന്ന 2 ഉപാധികളുണ്ട്. ഒന്ന് നിയമസഭയിലേക്ക്, അതെ, നിയമസഭയിലേക്ക് മത്സരിക്കാം. അത് ഈ പറയുന്ന പോലെ നിയമസഭയിലേക്ക് മത്സരിക്കാം. എറണാകുളത്തിന് ഭയങ്കരമായ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഇപ്പൊ കൗൺസിൽ ഇലക്ഷൻ തന്നെ മത്സരിക്കുമ്പോൾ പല കോൺഗ്രസ്സുകാരും പറഞ്ഞത് ഇവർ സ്റ്റേഡിയം ആ ഭാഗത്താണ് അവർ മത്സരിച്ചത്, ഇവരെ തോപ്പിക്കുമെന്ന് വരെ പറഞ്ഞ കഥയുണ്ട്, ഇവരെ തോപ്പിച്ചേക്കാമെന്ന് വരെ പറഞ്ഞ കഥയുണ്ട്. അത് കോൺഗ്രസിന്റെ ഒരു വിഷയമാണ്. കോൺഗ്രസിനകത്ത് ചിലപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് വിഷയങ്ങൾ ദീപ്തി ജനങ്ങളുടെ ഇടയിൽ എത്ര കണ്ട് നിൽക്കുന്നത് നമുക്കറിയില്ല. മികച്ചൊരു പ്രവർത്തക തന്നെയാണ് ദീപ്തി, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ളത്, തൃശ്ശൂരത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിജി ജസ്റ്റിനെതിരെ ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾ, ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ അടങ്ങുന്ന ഒരു സഖ്യമാണ് തന്നെ പുറത്താക്കിയത് എന്ന് ലാലി ജെയിംസ് പറയുന്നു. അവിടെ ഒരു വിധവയാണ്, 2 മക്കളെ കെട്ടിച്ചു വിട്ടതാണ്, എനിക്ക് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമയമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു നേതാവ് വിളിച്ചു പറയുമ്പോൾ അത് അവരെ പാർട്ടി ഫോറത്തിനകത്തല്ലേ പറയേണ്ടത്, അല്ലാതെ ജനം അറിയിക്കൊണ്ട് 10 വർഷത്തിന് ശേഷമാണ് രാഷ്ട്രീയ അധികാരം നടക്കുന്നത്. രാഷ്ട്രീയ അധികാരം വന്ന് അങ്ങനെ കോർപ്പറേഷൻ ഭരിക്കാനായി കോൺഗ്രസ് വരുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ലാലി ജെയിംസ് വിളിച്ചു പറഞ്ഞാൽ അതിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ എത്രത്തോളം താഴേക്ക് പോയി എന്നുള്ള ആലോചിച്ച് നോക്കിയേ. ചെറിയൊരു ത്രിതല പഞ്ചായത്തിലെ മത്സരത്തിൽ വിജയിച്ചതിന്റെ പുറത്താണ് ഈ കാണുന്നത്. അല്ല, അതാണ് നിയമസഭയിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അല്ല, അതാണ് കോൺഗ്രസ് സംഘടനാ തലത്തിൽ, സംഘടനാ സംവിധാന തലത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ പെട്ടിയും കൊണ്ട് ഓടി, പണത്തിനു വേണ്ടി വിറ്റു, സീറ്റ് പണത്തിന് വേണ്ടി വിറ്റു, പെട്ടിയും കൊണ്ട് ഓടി, ഇങ്ങനെയൊക്കെയാണ് അവർ ആരോപണം പറഞ്ഞത്. അപ്പോൾ അവസാനം ഇപ്പോൾ അവര് ഈ പറയുന്ന ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തേറമ്പിൽ രാമകൃഷ്ണൻ അവരെ വിളിച്ച് വരട്ടി എന്നാണ് പറയുന്നത്. ഈ തേറമ്പിൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പഴയ കോൺഗ്രസ് നേതാവുണ്ട്, പഴയ സ്പീക്കറാണ് അദ്ദേഹം. ഈ തേറമ്പിൽ രാമകൃഷ്ണൻ വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു നിങ്ങൾ പോകണം. അപ്പൊ ഇങ്ങനെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത് കോൺഗ്രസിന് ഇപ്പോൾ വേണ്ടത് ഒരു ആജ്ഞാശക്തിയാണ്. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കയറൂരി വിട്ട് ഇങ്ങനെ സ്വന്തം പേര് ഇല്ലാതാക്കി പറയാൻ നടക്കുന്ന ഈ നേതാക്കൾ പറയുന്നത് ദീപ്തിയെ മേയറാക്കണമായിരുന്നു എന്നാണോ? ഞാൻ കൊച്ചിയിലെ കാര്യം പറയുമ്പോൾ അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒപ്പീനിയൻ അല്ല. ശരിക്കും മെറിറ്റ് അനുസരിച്ച് ദീപ്തി ആയിരുന്നു മേയർ ആവേണ്ടിയിരുന്നത്. കാര്യം അവർ AICCയിലെ KPCCയിലെ ജനറൽ സെക്രട്ടറി റാങ്കിൽ നിൽക്കുന്ന ഒരു മഹതിയാണ്. അവരുടെ പാർട്ടി ഇതനുസരിച്ച് അവർ മീഡിയ ഇവരെ ഹാൻഡിൽ ചെയ്യുന്നവരാ. എന്തുകൊണ്ട് അവരെ ആക്കിയില്ല? അവിടെയാണ് KC വേണുഗോപാൽ പക്ഷവും എന്നൊരു പക്ഷം ഉണ്ടാകുന്നു, VD സതീശൻ എന്ന് പറയുന്ന മറുപക്ഷം ഉണ്ടാകുന്നു. അതിൽ സ്ട്രെങ്ത് കൂടിയത് VD സതീശൻ പക്ഷമാകുന്നു. അവരങ്ങ് തീരുമാനിക്കുന്നു, മിനിമോൾ മേയർ ആകുന്നു, അടുത്തൊരാൾക്ക് വീതിച്ചു കൊടുക്കുന്നു, ഷൈനി മാത്യു 2.5 കൊല്ലം, അതിന് ചില ഉപാധികൾ പറയുന്നു. അപ്പോൾ KPCC സർക്കുലർ ഒന്നും ഇവിടെ ഒന്നും ബാധകമേ അല്ല. ഇത് കൗൺസിലർമാരുടെ അന്വേഷിച്ചില്ല എന്ന് ദീപ്തി പറയുന്നു. മറ്റൊരു വശത്താണെങ്കിൽ താനാണ് സീനിയർ എന്ന് മറ്റൊരു വനിതാ നേതാവ് പറയുന്നു. പിന്നെ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പഠിക്കൽ കൊണ്ട് കലമിട്ടുടയ്ക്കുന്ന രീതിയിൽ കോൺഗ്രസ് ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വല്ലാത്ത ആശങ്കയാണ്. കാര്യം ഒരു വശത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന്റെ പോരായ്മകൾ നിഴലിച്ചു നിൽക്കുമ്പോൾ, ഭരണം ഒരു വേള ഇവർക്ക് കൈമാറിയാലോ എന്ന് ജനം മനസ്സിലാഗ്രഹിക്കുമ്പോൾ,
കോൺഗ്രസ് ഇങ്ങനെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. കോൺഗ്രസ് അണികൾ സ്വന്തം പല്ല് കുത്തി നാട്ടിക്കുന്നു, സ്വയം പടുകുഴിയിൽ വീഴുന്ന രീതിയിലാണ് പോകുന്നത്. അത് തെറ്റ് തന്നെയാണ്.